J2027 നേടിയെടുക്കുക എന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം? അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എങ്ങനെ J2027 പഠിച്ചു തുടങ്ങണം എന്നുള്ള കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ് മിസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 10th കഴിഞ്ഞ +1ലേക്ക് പോകാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളത് നമ്മുടെ ഒരു ഡൗട്ടാണ്. ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, +1ൻ്റെ അഡ്മിഷൻസ് പോലെ നിങ്ങൾക്ക് ആയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ റിലാക്സ് ചെയ്യേണ്ട സമയമല്ലേ, ഇപ്പം തന്നെ എന്തിനാണ് പഠിച്ചു തുടങ്ങുന്നതുള്ളത്. പക്ഷേ ആ എക്സാം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാനുള്ള അതായത് സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന JEE എക്സാമിന് അല്ലെങ്കിൽ ആ ഒരു എക്സാം സ്ട്രക്ചർ നിങ്ങൾ അറിയണം. നിങ്ങൾക്കറിയാം, നമുക്ക് 2 എക്സാംസ് ആണുള്ളത്, JEE മെയിൻസ് എക്സാമും അതേപോലെ തന്നെ JEE അഡ്വാൻസ്ഡ് എക്സാമും. JEE മെയിൻസ് 2 സെഷൻസിലായിട്ടാണ് നടക്കുക. ഒന്ന് നമ്മുടെ ജനുവരി സെഷൻ ആൻഡ് രണ്ടാമത്തെ സെക്ഷനാണ് നമ്മളുടെ ഏപ്രിൽ സെഷൻ. അപ്പം ഈ രണ്ടിലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് ക്വാളിഫൈ ചെയ്യുന്നവരാണ് JEE അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് പോകുന്നത്. ഓക്കെ, ആ JEE അഡ്വാൻസ്ഡ് എക്സാം നിങ്ങൾ പാസ്സായിട്ട് ഇൻ്റർവ്യൂ പാസ്സാവുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം IITസിലേക്കുള്ള അഡ്മിഷൻസ് കിട്ടുന്നത്. JEE മെയിൻസ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള NITs, IIITs അതുപോലെ തന്നെ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും, അഡ്മിഷൻസ് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ പഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ JEE എക്സാമിന് 3 സബ്ജക്ട്സ് ആണ് ഉള്ളത്. ദാറ്റ് ഇസ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്. ഈച്ച് കണ്ടെയ്ൻസ് 25 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 20 മൾട്ടിപ്പിൾ, അതായത് 25 ക്വസ്റ്റ്യൻസ് ഓരോ സെഷനിലും. ഫിസിക്സിൽ 25, കെമിസ്ട്രി 25 ആൻഡ് ഫിസിക്സ് 25. ആൻഡ് ഇതിൽ 25 ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും, 5 ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ടൈപ്പ് ആയിരിക്കും. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 മാർക്സിനാണ് നിങ്ങളുടെ എന്നുള്ളത് ടോട്ടൽ ആയിട്ടുള്ള JEE മെയിൻസ് എക്സാം വരിക. അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ അഡ്വാൻസ്ഡിലേക്ക് പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് JEEൻ്റെ എബൌട്ട് JEE മിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഈ ചാനൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. അത് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ എക്സാം സ്ട്രക്ചർ മനസ്സിലാക്കി. ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം അല്ലേ? 2 വർഷത്തേക്ക് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം +1, അതായത് 2025-26 നിങ്ങളുടെ +1 ഇയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് +1 പഠിക്കാൻ വേണ്ടി പോവാണ്. സോ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കോൺസെപ്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ബോർഡ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടിത്തറ സ്ട്രോങ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഓരോ ക്ലാസ്സുകളും ഫുള്ളി മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചു പോവാം. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ JEEയും കൂടെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. സാറ്റർഡേ സൺഡേസ് നിങ്ങൾക്ക് ഒഴിവ് സമയങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, JEEക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ക്ലാസ് 12ലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു അക്കാദമിക് ഇയറിൻ്റെ അവസാനമായിട്ടാണ് നമ്മുടെ JEE എക്സാം വരുന്നത്. സോ ക്ലാസ് 11 നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് 12 പഠിക്കണം, ടോപ്പിക്സ് പഠിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ടെസ്റ്റ് സീരീസുകൾ എഴുതണം. അതായത് JEE ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ ആ സമയത്ത് എഴുതിക്കൊണ്ടിരിക്കണം. ആൻഡ് നമ്മുടെ എക്സാമിൻ്റെ ഒരു ഫൈനൽ 6 മന്ത്സിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എഴുതുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാം ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി JEക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 6 മന്ത്സ് മുമ്പ് തന്നെ നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റഡി പ്ലാൻ ചെയ്തു പോയാൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ഓക്കെ, അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. ഇനി JEക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ മിസ് കുറച്ച് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ നമ്മളുടെ വേദപുസ്തകം മിസ് NCERT കംപ്ലീറ്റ്ലി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം, NCERT പഠിക്കുക. രണ്ടാമത്തെ ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് HC വർമ്മ, DC പാണ്ഡെ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. കെമിസ്ട്രി നോക്കുവാണെങ്കിൽ OP ടാൻഡൻ, MS ചൗഹാൻ, ഓർഗാനിക്കിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ N അശ്വതി. ഓക്കെ, ഫിസിക്കൽ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതേപോലെ മാത്സ് നോക്കുവാണെങ്കിൽ RD ശർമ്മ, അതുപോലെ തന്നെ സെൻഗേജ്, അരിഹന്തിൻ്റെ സീരീസുകളൊക്കെ നിങ്ങൾക്ക് ബുക്സ് റെഫർ ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, മെയിനായിട്ട് JEE പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ വെറും ബുക്സ് നോക്കി പഠിച്ചാൽ പോരാ, അതിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുക, ഇല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിസിക്കലി നിങ്ങൾ പോകുന്ന ഒരു ഓഫ്ലൈൻ ക്ലാസ് റൂം ചൂസ് ചെയ്യുക. നിങ്ങൾ എന്തിരുന്നാലും JEE നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർ കോച്ചിങ് എടുക്കാതെ നടക്കില്ല.
ഓക്കെ, അത് മനസ്സിലാക്കുക, അത് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ടൈം ടേബിൾ അനുസരിച്ച് പഠിപ്പിക്കും. അടുത്തത് നിങ്ങളൊരു വീക്ക്ലി സ്കെഡ്യൂൾ ചെയ്യുക. അതായത് ഓരോ ദിവസവും നിങ്ങൾ ഏകദേശം എത്ര പഠിക്കണം. മെയിനായിട്ട് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം കുറച്ച് പഠിച്ചാൽ മതി, 1 മണിക്കൂർ പഠിച്ചാൽ മതി, 2 മണിക്കൂർ, നോ, 6 to 8 hours നിങ്ങൾ ഡെയിലി പഠിക്കേണ്ടി വരും. എങ്കിലാണ് നിങ്ങൾക്ക് +1 +2 കഴിയുമ്പോൾ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡെയിലി ഒരു 6 to 8 hours നിങ്ങൾ പഠിക്കുക, മുമ്പോട്ട് കൂട്ടി വരിക. അതേപോലെ തന്നെ ടൈം, ഈ ഒരു പഠിക്കുന്ന ടൈം നിങ്ങൾ 3 രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഒന്ന് കോൺസെപ്റ്റ് ലേണിംഗ്, തിയറി പഠിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അത് റിവൈസ് ചെയ്യാനും ഈ 3 രീതിയിൽ നിങ്ങൾ ടൈം ഡിവൈഡ് ചെയ്തിട്ട് വേണം ഈ ഓരോ സ്കെഡ്യൂൾ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ്. എന്തൊക്കെ പഠിച്ചാലും പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻസ് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി പറ്റില്ല, ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വരും. സോ ഓൾവേസ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, ആൻഡ് അടുത്തതായിട്ട് മിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു റിവിഷൻ. +1 കഴിഞ്ഞ് +2ലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് +2 റിവൈസ് ചെയ്യാനുണ്ടാവും, +2 പഠിക്കാനുണ്ടാവും. സോ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ +1 റിവൈസ് ചെയ്യേണ്ടി വരും. +1 പഠിക്കുമ്പോൾ JEE പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മറന്നു, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കില്ല അല്ലേ. അത് റിവൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെയാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് റിവൈസ് ചെയ്ത് അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ എവിടെയാണ് സമയം? ആ സമയമാണ് നമ്മൾ ഓരോ ദിവസവും അത്രയും കൂടുതലായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഈ 2 years നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ പിന്നീടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഡ്രീം ജോബിലേക്കും ഒരു ഡ്രീം ലൈഫും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2 years നിങ്ങൾ ത്യാഗം ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ഒരു കാര്യം, നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ജേർണി കുറച്ച് ടഫായിട്ടുള്ള ജേർണിയാണ്. സോ ബി ഹെൽത്തി ആൻഡ് ബി കൺസിസ്റ്റൻറ്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു കാര്യത്തിലാണ് വിട്ടുവീഴ്ച വരുത്തുക. ആദ്യമൊക്കെ നല്ല ഉഷാറായിരിക്കും, അത് കഴിഞ്ഞാൽ അവരുടെ കൺസിസ്റ്റൻസി പോവും അല്ലേ. അപ്പോൾ ബി ഹെൽത്തി ആൻഡ് സ്റ്റേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരേ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ, അതായത് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, കോച്ചിങ്ങിൻ്റെ കാര്യം. നിങ്ങൾക്കറിയാം +1 JEE ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ JEE ബാച്ച് ഉള്ളത്, യോധ ബാച്ച്. അപ്പോൾ യോധ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോർഡ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് JEE കൂടെ പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബോർഡ് എക്സാം ലെവൽ ക്ലാസ്സുകൾ, അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്, PDF ക്ലാസ്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക് ഷീറ്റ്സ്, ചാപ്റ്റർ വൈസ് എക്സാംസ്, മോഡൽ എക്സാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് JEEയുടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, JEE വർക്ക് ഷീറ്റ്സ്, അതായത് JEE ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള വർക്ക് ഷീറ്റ്സ് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ജോയിൻ ചെയ്യാനുള്ള നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 7,999 ആണ് JEE ബാച്ചിന്. ബോർഡ്സിൻ്റെ കൂടെ തന്നെ JEE കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോച്ചിങ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് ബെസ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ സമയം കളയാതെ ആലോചിക്കുക. JEE ഡ്രീമായിട്ട് കാണുന്ന, IITസിൽ ഒരു അഡ്മിഷൻസ് ഡ്രീമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിതിനെ സീരിയസ് ആയിട്ട് എടുക്കുക. IIT ഡ്രീം ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.